ലോങ് വീഡിയോ ആണ്. ഈ വീഡിയോ നിങ്ങൾ കണ്ടില്ലെങ്കിൽ ഉള്ളൂ അത് നിങ്ങൾക്ക് വലിയൊരു നഷ്ടം തന്നെയായിരിക്കും. കാരണം ഒരു രാജ്യസ്നേഹിയുടെ ഒരു വീഡിയോ ആണ്. ഈ രാജ്യത്തോട് ഇത്രയധികം പ്രതിബദ്ധതയുള്ള, രാജ്യത്തിന് ഇത്രയധികം സേവനം ചെയ്യുന്ന ഒരു വിഭാഗത്തെ നമുക്കിനി ഈ ലോകത്ത് എവിടെയും കാണാൻ സാധിക്കത്തില്ല. അത്തരത്തിലുള്ള ഒരു രാജ്യസ്നേഹിയെ ഇന്നലെ പോലീസ് പൊക്കിയായിരുന്നു കേട്ടോ. പാകിസ്ഥാന് വേണ്ടി ചാരവൃത്തി, രാജസ്ഥാൻ സ്വദേശി അറസ്റ്റിൽ. മങ്കത് സിംഗ് എന്ന ആളാണ് പിടിയിലാത്. വാർത്ത വന്നതിന് ശേഷം നമ്മുടെ മലൻ TV, ചലൻ TV, അതുപോലെ തന്നെ രാജ്യസ്നേഹം തുളുമ്പി നടക്കുന്ന ചില വേട്ടാവളിയന്മാരുണ്ട്, ഈ കാളി മീഡിയ, ഇവന്മാർക്കൊന്നും ഇതിനെ കുറിച്ചിട്ടൊരു അക്ഷരം പോലും ഇവരും മിണ്ടിയിട്ടില്ല എന്നുള്ള. പക്ഷേ ഈ ഒരു വീഡിയോ നിങ്ങൾ മിസ് ചെയ്യരുത്. മിസ് ചെയ്താൽ നിങ്ങൾക്ക് ഇത്രയും നല്ലൊരു മറുപടി നിങ്ങൾക്ക് കേൾക്കാൻ പറ്റത്തില്ല. ഈ പൊട്ടൻ എന്ന് പറയുന്ന ഒരുത്തനുണ്ടല്ലോ, ഇവൻ ചില സമയങ്ങളിലൊക്കെ മതേതരവാദിയാകും, ചില സമയങ്ങളിൽ ഇവന് ചിലതൊക്കെ കണ്ടു കഴിഞ്ഞാൽ അങ്ങോട്ടോ ഒന്നൊന്നര കുരുപൊട്ടലായിരിക്കും. ആ കുരുപൊട്ടി ഒലിച്ചു കഴിഞ്ഞാൽ പിന്നെ പിടിച്ചു നിർത്താൻ പോലും പറ്റത്തില്ല. അമ്മാതിരി ഒരു സാധനം. കഴിഞ്ഞ കുറച്ച് നാൾക്ക് മുമ്പ് ഞാനൊരു വീഡിയോ ചെയ്തപ്പോഴത്തേക്ക് ഇവൻ എന്നെ ഒന്ന് വരട്ടാനൊക്കെ നോക്കിയായിരുന്നു. നീ ആ വീഡിയോ റിമൂവ് ചെയ്ത് കളഞ്ഞില്ലെങ്കിൽ നിന്റെ വീട്ടിലേക്ക് ഞാൻ വരും. ഞാൻ പറഞ്ഞു, നീ വീട്ടിലോട്ട് ഇനി പോരാ, ഞാൻ ഇവിടെ ഇരിപ്പുണ്ട്. കാരണം ഈ വെല്ല് വിളിക്കുക, ഗീർവാണം മുഴക്കുക എന്നൊക്കെ പറയുന്നത് ഈ സംഘികളുടെ ഒരു സ്വഭാവമാണ്. പക്ഷെ കാര്യത്തോടെ എടുക്കുമ്പോൾ പിന്നെ മറ്റേ ഇവന്റെ മുത്തച്ഛന്റെ പരിപാടി ആയിരിക്കും. ഏതാ സവർക്കറുടെ ഷൂ നക്കുക, പിന്നെ മാപ്പ് പറയാ. ഇതാണ് ഇവന്റെയൊക്കെ സ്ഥിരം തൊഴില്. ഇപ്പം പലസ്തീൻ ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് ലോകമെമ്പാടും വലിയ രീതിയിലുള്ള റാലികൾ നടക്കുന്നുണ്ട്. എന്നാൽ ഈ ഇസ്രയേൽ എന്ന് പറയുന്ന നരാധമന്മാരായിട്ടുള്ള ക്രൂര ഭരണാധികാരിക്കും ആ ഇസ്രയേൽ എന്ന് പറയുന്ന രാജ്യത്തിനും അനുകൂലമായിട്ട് ലോകത്തെവിടെയും ഒരാൾ പോലും സംസാരിക്കില്ല. ആകെ സംസാരിക്കുന്ന രണ്ട് വിഭാഗങ്ങളുണ്ടെങ്കിൽ അതൊന്ന് ഈ ചാണക സംഘികളും മറ്റൊന്ന് ക്രിസ്സംഘികളും മാത്രമാണ്. കേരളത്തിലും പലസ്തീൻ ഐക്യദാർഢ്യ റാലികൾ കണ്ടപ്പോഴത്തേക്ക് ഇവൻ അങ്ങോട്ട് കുരുകൊട്ടി വലിച്ചു. കാരണം നമ്മുടെ രാജ്യത്തിന്റെ പ്രധാനമന്ത്രി പലസ്തീനിന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചിട്ടുണ്ടെങ്കിലും അത് ഏത് രീതിയിലാണെന്നുള്ളത് നമുക്ക് അറിയാമല്ലോ അല്ലെ. കാരണം അതിനകത്തേക്ക് നമ്മൾ കൂടുതലായിട്ട് വിശദീകരിച്ച് പോകണ്ട. ഈ റാലി കണ്ടപ്പോഴത്തേക്ക് കുരുപൊട്ടി ഒലിച്ച ഇവൻ പറഞ്ഞിട്ടുള്ള വളരെ പ്രധാനപ്പെട്ട ഒരു പോയിന്റ് ഞാനൊന്ന് പറയാം. അതായത് ഈ റാലിയിൽ മുദ്രാവാക്യം വിളിച്ചിട്ടുള്ള നീയൊന്നും എൻ്റെ സഹോദരങ്ങളല്ലെന്ന്. എടാ മരക്കഴുത, എടാ മരപ്പൊട്ട, ലോകത്ത് വിവരമുള്ളവൻ പറഞ്ഞിട്ടുണ്ട്, ഒരു സംഖ്യയും ഒരു ജൂതനെയും നിങ്ങളുടെ സഹോദരങ്ങൾ മാത്രമല്ല നിങ്ങളുടെ 7 അയലത്ത് പോലും അടുപ്പിക്കാൻ പാടില്ല എന്ന് അവർ പറഞ്ഞതേ ചുമ്മാന്നുമല്ല. എന്തായാലും എൻ്റെ ഈ പ്രിയപ്പെട്ട സഹോദരൻ ഉണ്ടല്ലോ, ഹൈന്ദവ സഹോദരൻ, ഈ സഹോദരൻ കൊടുക്കുന്ന മറുപടി നിങ്ങൾ കേട്ടിട്ട് ഇന്നത്തെ നമ്മുടെ ലൈക്കും കമന്റും എല്ലാം ഈ പ്രിയപ്പെട്ടവനോട്, കാരണം അതുപോലത്തെ കിണ്ണം കാച്ചിയ മറുപടിയാണ് ഇവന്റെ അണ്ണാക്കിൽ അടിച്ചു കയറ്റി കൊടുത്തിരിക്കുന്നത്. വിവരമില്ലായ്മ ഒരു അലങ്കാരമാക്കി കൊണ്ട് നടക്കുന്ന ഈ തെങ്ങക്കൊന്നുപോലെ വളർന്നു നിൽക്കുന്ന ചാണകം മാത്രം തലയിലുള്ള ഈ കാളി പൊട്ടന് കൊടുക്കുന്ന മറുപടി മാസ് കേട്ടോ. ചങ്ങൈമാർ എല്ലാവർക്കും സുഖമില്ല. ഞാനിന്ന് പറയാൻ പോകുന്നത് സംഖ്യയുടെ എല്ലാമായ കാളി അണ്ണനെ കുറിച്ചാണ്. ധനൂപ് എന്ന കാളി അണ്ണനെ കുറിച്ച്. അണ്ണൻ ഇന്ന് കുറെ സങ്കടങ്ങളും കുറെ വീരവാദങ്ങളും മുഴക്കി. സംഭവം എന്താ വെച്ചാല് പലസ്തീൻ ഐക്യദാർഢ്യ റാലി കണ്ടതോടുകൂടി അണ്ണന്റെ റിലേയും പോയി റാലിയും പോയി ആകെ കുരുപൊട്ടിയിരിക്കുന്നു. അണ്ണൻ റാലി കണ്ടതിന് ശേഷം ഇന്നൊരു വീഡിയോ പോസ്റ്റ് ചെയ്ത് എന്താന്ന് വെച്ചാൽ അണ്ണന്റെ കുരുവെല്ലാം പൊട്ടി ഒലിച്ചിരിക്കുന്നു. എന്തായാലും അണ്ണൻ എന്താ പറഞ്ഞത് നമുക്ക് കേട്ടിട്ട് വന്നാലും ബാ. പിന്നെ കണ്ണ് കണ്ട നാട്ടിൽ കിടക്കണ മുസ്ലിങ്ങള് വെടികൊണ്ട് ചാവണേ ഞങ്ങളെന്തിനാ നിന്റെ കൂടെ കരയണ്? അയ്യോന്റെ സംഖ്യ നീ കരയല്ലേ? നീ ആർക്ക് വേണ്ടി, മനുഷ്യന്മാർക്ക് വേണ്ടി പ്രത്യേകിച്ച് നീ കരയല്ലേ? മരണത്തിലും ഭക്ഷണത്തിലും വരെ മതം നോക്കുന്ന നിന്റെയൊക്കെ കണ്ണീരങ്ങാനും ആ പലസ്തീനിലെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി വീണുപോയാൽ ആ പലസ്തീനിലെ കുഞ്ഞുങ്ങൾ ആത്മാവ് വരെ പൊറുക്കൂല. നമുക്ക് സംഖ്യന്റെ അടുത്ത കുത്തിത്തിരിപ്പിലേക്ക് പോകാം ബാ. ഞങ്ങളെന്തിനാ പലസ്തീന് സപ്പോർട്ട് കൊടുക്കണം? ഞങ്ങളുടെ നാടിന് യാതൊരു ഉപകാരമില്ലാത്ത പലസ്തീൻ എന്തിനാണ് ഇവിടുത്തെ ഇന്ത്യക്കാർ അല്ലെങ്കിൽ ഹിന്ദുക്കൾ സപ്പോർട്ട് കൊടുക്കേണ്ടത്? നീ ഒന്ന് പറഞ്ഞേ. വലിയ മുദ്രാവാക്യം വിളിക്കണ്ടല്ലോ. എന്തിനാണ് ഞങ്ങൾ സപ്പോർട്ട് കൊടുക്കുന്നത്? ഞങ്ങൾക്ക് എന്തെങ്കിലും ഗുണം തരുന്നുണ്ടോ? അവരോട് എന്തെങ്കിലും ഗുണം ഞങ്ങൾക്കുണ്ടാ? ഞങ്ങളുടെ കുടുംബത്തിനുണ്ടാ? നിങ്ങൾക്കുണ്ടാവും. നിങ്ങൾക്കുണ്ടാവുന്നത് നിങ്ങൾ കൗമാണ്. നിങ്ങൾ തമ്മിൽ എന്താ പറയാ മതപരമായിട്ട് ബന്ധങ്ങളും കാര്യങ്ങളൊക്കെ. അപ്പൊ നിങ്ങൾക്ക് ചിലപ്പോൾ അവനോട് മെച്ചൊക്കെ ഉണ്ടാവും. ഞങ്ങൾ ഇന്ത്യക്കാർ അല്ലെങ്കിൽ ഹിന്ദുക്കൾ എന്തിനാ അതിനു വേണ്ടി കടന്ന് ചാകേണ്ട കാര്യം? എന്തിനാ ഞങ്ങൾ കണ്ണീര് വാർക്കേണ്ട കാര്യം? ഈ ചാണക പൊട്ടന് മറുപടി കൊടുക്കണമെന്നുണ്ടെങ്കിലോ ഇവന്റെ അതേ സ്റ്റാൻഡേർഡിലേക്ക് നമ്മൾ താഴോട്ടങ്ങ് ഇറങ്ങണം. കാരണം നമ്മൾ ചാണാക്കുഴിയിലേക്ക് അങ്ങ് ഇറങ്ങി നമ്മുടെ ബുദ്ധിയൊക്കെ അടിച്ചു പോയി കഴിഞ്ഞാൽ നമുക്ക് ഇവനിക്ക് മറുപടി കൊടുക്കാൻ പറ്റും. മനുഷ്യനെ മതിക്കാത്ത, മനുഷ്യനെ മൃഗമായി കാണുന്ന ഇതുപോലുള്ള വൃത്തികെട്ട നാറികൾ, ഇതുപോലുള്ള വൃത്തികെട്ട ചെറ്റകൾക്ക് മറുപടി കൊടുക്കാൻ അർഹൻ ഈ ഹൈന്ദവനായിട്ടുള്ള ഈ സഹോദരൻ തന്നെയാണ്.
കേട്ടോ. എന്റെ കാളിയണ്ണ, നമ്മൾ മൊത്തം ഹിന്ദുക്കളി മൊത്തം ഇന്ത്യക്കാരി നീ മൊത്തം ഏറ്റെടുക്കാൻ നിൽക്കണ്ട കേട്ടാ. പിന്നെ നീ ഇപ്പം പറഞ്ഞല്ല ഉപകാരമില്ലാത്ത ആൾക്കാരെ നമ്മൾ തന്നെ ഏറ്റെടുക്കുന്നത്. നിന്റെ ഈ മനോഭാവമുള്ള ആൾക്കാരാണ് പ്രായമായ അച്ഛനെയും അമ്മേനെയും ഒരു ഉപകാരം ഇല്ലാന്ന് പറഞ്ഞിട്ട് അനാഥാലയങ്ങളിൽ കൊണ്ടിടുന്നത്. നിന്റെ ഈ മനോഭാവമുള്ള ആൾക്കാർ. പിന്നെ നീ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ടല്ല, ഈ മുസ്ലിം രാജ്യങ്ങൾ ഈ ഇന്ത്യയിലുള്ള ഹിന്ദുക്കൾക്കും മുസ്ലിങ്ങൾക്കും ക്രൈസ്തവനും എല്ലാം ജോലി കൊടുക്കുന്നുണ്ട്. ആ മുസ്ലിം രാജ്യങ്ങൾ ഇന്ത്യയിലുള്ള മുസ്ലിങ്ങൾക്ക് മാത്രമേ ജോലി കൊടുക്കുന്നു പറഞ്ഞു കഴിഞ്ഞാൽ അന്ന് തീർന്നില്ല സംഖ്യ ഇന്ത്യയിലെ കുത്തിക്കടപ്പ്. അങ്ങനെ ഒരു സംഭവം അങ്ങനെ അവർ ചെയ്തിട്ടുണ്ടെങ്കിൽ അതിൽ പെട്ടുപോകുന്നത് പാവ ഹിന്ദുക്കൾ മാത്രം അല്ലാതെ സംഖ്യ നിന്റെയൊക്കെ കൂടെയുള്ള കുറെ സംഖ്യകളില്ലേ ഈ അറബ് രാജ്യങ്ങളിൽ ഈ മുസ്ലിം രാജ്യങ്ങളിൽ പോയി ജോലി ചെയ്തിട്ട് അതേ മുസ്ലിം രാജ്യങ്ങളെ കുറ്റം പറഞ്ഞ ചാണക സംഖ്യകൾ അവരടക്കം ജോലിയില്ലാണ്ട് ഇവിടെ വന്നിട്ടുള്ള കുത്തിയിരുന്ന് നാറണ്ട് വരും എന്റെ സംഖ്യയെ. പക്ഷെ അങ്ങനെയൊന്നും ആ മുസ്ലിം രാജ്യങ്ങൾ ചെയ്യാത്തത് എന്തുകൊണ്ടാണെന്നറിയാം? നിങ്ങൾ സംഖ്യകൾക്കില്ലാത്ത ഒരു സാധനം ആ മുസ്ലിം രാജ്യങ്ങൾക്കുണ്ട്. അതെന്താണെന്ന് വെച്ചാൽ മനുഷ്യത്വം. പിന്നെ നിങ്ങൾക്കുള്ള ഒരു സാധനം അവർക്കില്ല. അതെന്താണെന്നറിയാം? വർഗീയത. മതവർഗീയത അവർക്കില്ല. മരണത്തിലും ഭക്ഷണത്തിലും വരെ വർഗീയത കാണുന്ന നിങ്ങൾ സംഖ്യയുടെ മെന്റാലിറ്റി അല്ല ആ അറബ് രാജ്യങ്ങളിലുള്ള മുസ്ലിങ്ങൾക്കുള്ളത്. അതാണ് അവരും സംഖ്യകളും തമ്മിലുള്ള വ്യത്യാസം. എന്റെ സംഖ്യയെ നമുക്ക് സംഖ്യന്റെ അടുത്ത വർഗീയതയും കൂടി കേട്ടിട്ട് വരാം. മുദ്രാവാക്യം വിളിച്ചുകൊണ്ട് ഇവരൊക്കെ ആരുടെ അറിയില്ല. കാരണം കണ്ടെടുത്ത് കിടന്ന് നിങ്ങൾ ഈ വെടികൊണ്ട് ചാവനൊക്കെ ഞങ്ങൾ എന്തിനാണ് എന്താ പറയാ കരയേണ്ട കാര്യം? ഇസ്രായേൽ ഞങ്ങൾ കൂടുന്നുണ്ട്. ഇസ്രായേലിന്റെ ആയുധങ്ങൾ ഞങ്ങൾ എടുത്തിട്ടുണ്ട്. ഇസ്രായേൽ ഞങ്ങൾക്ക് പാകിസ്ഥാനായിട്ട് യുദ്ധം ചെയ്തപ്പോൾ ഞങ്ങൾ കൂടെ നിൽക്കാൻ പറഞ്ഞിട്ടുണ്ട്. ഞങ്ങളെ ഇന്ത്യയുടെ കൂടെ എപ്പോഴും നിൽക്കുന്ന രാജ്യമാണ് ഇസ്രായേൽ. അപ്പോൾ ഇസ്രായേലിന്റെ കൂടെ ഞങ്ങൾക്ക് നിൽക്കാൻ പറ്റുള്ളൂ. അല്ലാതെ ഈ ഖുർആൻ മാത്രം വായിച്ചിട്ട് 5 നേരം നിസ്കരിക്കുന്നുണ്ട് എന്ന് പറഞ്ഞ നടക്കുന്ന ആൾക്കാരെ ഞങ്ങൾക്ക് എന്താ ഗുണമുള്ളത്? ടെക്നോളജി ഉണ്ട് നിങ്ങളതിൽ. ടെക്നോളജി ഉണ്ട് നിങ്ങളെ കൂടെ നിൽക്കാം. നിങ്ങളുടെ ടെക്നോളജി ഉണ്ടാ എന്തുണ്ടേയുള്ളത്? എന്തുണ്ട് ഞങ്ങളുടെ നിസ്കാരത്തായമ്പ. അതുകൊണ്ടൊന്നും ഞങ്ങൾ ഗുണമില്ല. നിങ്ങൾക്ക് ടെക്നോളജി ഉണ്ടെങ്കിൽ ഞങ്ങൾ നിങ്ങളെ കൂടെ നിൽക്കാം. അതില്ല. മുസ്ലിങ്ങൾക്ക് ടെക്നോളജി ഉണ്ടോ ഇല്ലോ എന്നുള്ള കാര്യം അവിടെ നിൽക്കട്ടെ. മുസ്ലിങ്ങൾക്ക് വേറൊരു സാധനമുണ്ട്, നല്ല രാജ്യസ്നേഹമുണ്ട്. അവർ ഇന്ത്യക്ക് വേണ്ടി പൊരുതാനും മരിക്കാനും തയ്യാറാണ്. ആ ഒരു രാജ്യസ്നേഹം അവർക്ക് പണ്ടും ഉണ്ട് ഇപ്പോഴും ഉണ്ട്. എന്റെ സംഖ്യയെ അവർ ബ്രിട്ടീഷുകാരുടെ മുന്നിൽ ജീവൻ പോകുമെന്ന് പേടിച്ചിട്ട് മാപ്പ് പറഞ്ഞിട്ടില്ല, ഷൂ നക്കിയിട്ടില്ല, കാല് പിടിച്ചിട്ടില്ല. അവർ മരണം വരെ രാജ്യത്തിന് വേണ്ടി, ഈ ഇന്ത്യ രാജ്യത്തിന് വേണ്ടി തലയുയർത്തി നിന്നിട്ട് പൊരുതിയിട്ടുണ്ട് എന്റെ സംഖ്യയെ. അതാണ് അവരുടെ രാജ്യസ്നേഹം. അതെല്ലാ ടെക്നോളജിനെയും കാട്ടി വലുതാണ് എന്റെ സംഖ്യയെ. ആ രാജ്യസ്നേഹം എന്ന് പറഞ്ഞ സാധനം ഉണ്ടല്ല, എല്ലാ ടെക്നോളജിനെയും കാട്ടി വലുതാണ്. പക്ഷെ ആ ഒരു കാര്യം നിങ്ങൾ സംഖ്യക്കില്ല. അതുകൊണ്ടാണ് നിങ്ങൾക്ക് ഈ രാജ്യസ്നേഹം ഉള്ള ആൾക്കാരെ കാണുമ്പോൾ ഈ ചൊറിച്ചിലും ഈ കുത്തിത്തിരിപ്പും. നമുക്ക് ടെക്നോളജി ഇസ്രായേലിന്റെ കൂടെയാണ്. അപ്പോൾ ഞങ്ങൾക്ക് ഇസ്രായേലിന്റെ കൂടെ തന്നെ പറ്റുള്ളൂ. കാരണം ഞങ്ങൾക്ക് യുദ്ധം വരുമ്പോഴോ ഞങ്ങളുടെ രാജ്യത്തിന് നേരെ വേറെ രാജ്യം വരുമ്പോഴോ ഇന്ത്യ ആക്രമിക്കുന്നത് ഇസ്രായേലിനെ ആക്രമിക്കുന്ന പോലെയാണ്. അതുകൊണ്ട് തിരിച്ച് ഞങ്ങൾ അടിക്കും എന്ന് പറയുന്ന ഒരു ഭരണാധികാരിയെ ഞങ്ങൾ സപ്പോർട്ട് ചെയ്യേണ്ട കാര്യമുള്ളൂ. അല്ലാതെ 5 നേരം നിസ്കരിക്കേണ്ടേ അല്ലാന്ന് പറഞ്ഞ കാര്യന്റെ ഖുർആൻ വായിക്കേണ്ടേ നിസ്കാരത്താമുണ്ടെന്ന് പറഞ്ഞാൽ ഞങ്ങൾ എന്തിനാണ് സ്നേഹിക്കുന്നത്? എന്താ ഗുണം? ഈ രാജ്യത്തിന് ഗുണമുള്ളത്? നിങ്ങൾക്ക് ഈ പൂങ്കണ്ണീര് വരുമ്പോൾ നിങ്ങളെ കൂടെ ഞങ്ങളും പൂങ്കണ്ണീര് വരുത്തണം എന്ന് പറഞ്ഞത് എന്ത് തരം ലോജിക്കാണ്? അത് ഫാസിസാണ്. എന്ത് ഫാസിസാണ്? നീ എന്ത് പൊട്ടത്തരാ പറഞ്ഞത്? നീ മൊത്തം പറയുന്നത് മൊത്തം പൊട്ടത്തരാന്നല്ലടാ. പക്ഷെ അതിനെ കുറ്റം പറയില്ല കേട്ടാ. പൊട്ടത്തരം പറയാന്നുള്ളത് സംഖ്യയുടെ ജീവിത ലക്ഷ്യമാണ്. അതിലൊരിക്കലും നമ്മൾ കുറ്റം പറയാൻ പാടില്ല. ഇപ്പൊ നമ്മളെ കാളിയണം തട്ടിവിട്ടില്ലേ? ഇന്ത്യനെ ആക്രമിക്കാൻ വരുന്നവർ ഇസ്രായേലിന്റെ കൂടി ശത്രുക്കളാണെന്ന് ഇസ്രായേൽ പറഞ്ഞു. അതേ ഇസ്രായേൽ ചെയ്ത ഒരു കാര്യം എന്റെ കാളിയണൻ അറിയാം. പാകിസ്ഥാൻ ആയുധം വാങ്ങാൻ വേണ്ടി അമേരിക്ക പൈസ കൊടുത്തപ്പം അതിന് സപ്പോർട്ട് ചെയ്തത് ഇതേ ഇസ്രായേലാണ്. നമ്മുടെ രാജ്യത്തിന് വേണ്ടി ജീവൻ കൊടുക്കുന്ന പറഞ്ഞാൽ ഇതേ വേട്ടാവളിയിൽ ഇസ്രായേലാണ് അമേരിക്കയെ സപ്പോർട്ട് ചെയ്തത്. പാകിസ്ഥാന് പൈസ കൊടുത്തു എന്ന് പറഞ്ഞിട്ട് ആ സംഭവം എന്താ അറിയാം? ആ പാകിസ്ഥാൻ ആയുധം വാങ്ങിയിട്ട് ആരുടെ നേരെയാണ് ആക്രമിക്കാൻ വേണ്ടത്? ഇസ്രായേലിന്റെയോ അമേരിക്കന്റെയോ നേരെയല്ല. നമ്മൾ ഇന്ത്യക്ക് നേരെ ആക്രമിക്കാൻ വേണ്ടിയിട്ട് ആയുധം വാങ്ങാനുള്ള പാകിസ്ഥാനെ സപ്പോർട്ട് ചെയ്ത ആ ഇസ്രായേലിന് വേണ്ടിയിട്ടല്ലേ അണ്ണൻ ഇങ്ങനെ ഘോരഘോരം വാദിക്കുന്നത്? അതുകൊണ്ടാണ് ഒരു കാര്യം മനസ്സിലാക്കണം. ഈ ഇസ്രായേൽ എന്ന് പറഞ്ഞ സാധനത്തിന് ഇന്ത്യയോട് ഒരു സ്നേഹമില്ല. ബിസിനസ് അമേരിക്കക്കും അത് തന്നെയാണ്. ബിസിനസിന്റെ മുകളിൽ ഒരു പുല്ലും അവർക്കില്ല. അതുകൊണ്ട് വെറുതെ അണ്ണൻ തെറ്റിദ്ധരിച്ചേക്കല്ലേട്ടാ ഇസ്രായേലിന് ഭയങ്കര സ്നേഹമാണ്. പിന്നെ അണ്ണൻ ഒരു കാര്യം കൂടി മനസ്സിലാക്കണം. ഈ ഇറാനില്ലേ അണ്ണൻ ഇടക്കിടക്ക് കുറ്റം പറഞ്ഞ ഇറാൻ, ആ കുറ്റം പറഞ്ഞ ഇറാനാണ് ഇന്ത്യക്ക് എണ്ണയും വാതകവും കൊടുക്കുന്നത്. തള്ളല്ല, ഇസ്രായേലിന്റെ തള്ളല്ല കൊടുക്കുന്നുണ്ടാ. നല്ല ഒറിജിനൽ എണ്ണയും വാതകവുമാണ് ഇറാൻ കൊടുക്കുന്നത്. അതിനെപ്പറ്റി എന്തെങ്കിലും അറിയാം എന്റെ വേട്ടാവളിയൻ കാളി സംഖ്യ? ഈ വിവരമില്ലായ്മയൊന്നും നിന്റെ ഒന്നും കുറ്റല്ല. അതിനൊന്നും ഞാൻ നിന്നെ കുറ്റം പറയില്ല. കാരണം സംഖ്യ ആയാലും ഇതാണ് നിന്റെയൊക്കെ അവസ്ഥ. അല്ല, ഞങ്ങൾ നിങ്ങളെ കൂടെ കയറുന്ന വേണം വാശി പിടിക്കുന്നത്. മനസ്സിലാവില്ല. തെറ്റല്ലേ സഹോദര? ഇതിന്റെ സഹോദരൻ എന്നല്ല, എന്നാലും ഞാൻ പറയാം തെറ്റല്ലേ? എന്റെ മുദ്രാവാക്യം വിളിച്ചാൽ എന്നെ സഹോദരൻ എന്ന് വിളിക്കാൻ പറ്റില്ല. ഞങ്ങൾ ഇസ്രായേലിന്റെ കൂടെ നിൽക്കുള്ളൂ. ഇസ്രായേലിന്റെ കയ്യിൽ ടെക്നോളജി ഉണ്ട്, ആയുധമുണ്ട്, അറിവുണ്ട്, സയൻസ് വർക്ക് ചെയ്യുന്നുണ്ട്. ഫലസ്തീൻ അതില്ല. മനസ്സിലായില്ലേ? ഫലസ്തീനുള്ളതാകെ കുറെ എന്താ പറയാ AK-47 തൂക്കും, കുറച്ച് കീറിയ പാരച്ചൂട്ടും, കുറെ നിസ്കാരത്താമ്പുള്ള ആൾക്കാരേ ഉള്ളൂ. കാര്യമില്ല. ഫലസ്തീനിൽ ഒന്നും ഉണ്ടാവില്ല. നീ പറഞ്ഞ പോലെ ഒന്നും ഉണ്ടാവില്ല. പക്ഷെ ഒന്നും ഇല്ലെങ്കിലും അവർ ഒരു സാധനമുണ്ട്, സംഖ്യക്കില്ലാത്ത ഒരു സാധനം, രാജ്യസ്നേഹം. അവർ ആ രാജ്യസ്നേഹം കൊണ്ട് ഒന്നുമില്ലാതെ ആ ഫലസ്തീനിൽ ഇരുന്ന് ഇസ്രായേലിനെതിരെ പോരാടുന്നുണ്ട്. അവർക്കാകുന്ന പോലെ പോരാടുന്നുണ്ട് എന്റെ കാളി ചാണക സംഖ്യ. അല്ലാണ്ട് എതിരാളികളുടെ കയ്യിൽ ഒരുപാട് ആയുധമുണ്ടെന്ന് വിചാരിച്ചിട്ട് അവരെ പേടിച്ചിട്ട് അവരുടെ പോയിട്ട് ഷൂ നക്കി മാപ്പ് പറഞ്ഞ് കാല് പിടിച്ച് കരഞ്ഞിട്ട് മാപ്പപേക്ഷിച്ചില്ല അവര്. തെങ്ങക്കൊന്നുപോലെ വളർന്നു നിൽക്കുന്ന ഈ മരപ്പൊട്ടൻ കാളി സംഖ്യയ്ക്ക് സഹോദരൻ കൊടുത്ത മറുപടി മാസാണ്, കൊലമാസാണ്. ഇവൻ അവസാനം പറഞ്ഞിട്ടുള്ള കാര്യമുണ്ട്, ഈ മുദ്രാവാക്യം വിളിച്ച നിന്നെ സഹോദരന എന്ന് വിളിക്കാൻ എനിക്ക് പറ്റില്ലെന്ന്. നിന്നെപ്പോലുള്ള സംഘികളെയും ജൂതന്മാരെയും ഒരിക്കലും മിത്രങ്ങളാക്കാൻ പാടില്ല എന്ന് വിവരവും വിദ്യാഭ്യാസമുള്ള ഒരുപാട് ആളുകൾ പറഞ്ഞിട്ടുണ്ട്. ഈ ഹിറ്റ്ലറിനെ പോലുള്ള ആൾക്കാർ ഈ ജൂതന്മാരെ കൊന്നൊടുക്കിയത് ചുമ്മാന്നും അല്ലടാ, ഈ ലോകത്തിന് ഭീഷണിയാണെന്ന് ആ ഭരണാധികാരി മുൻകൂട്ടി കണ്ടതുകൊണ്ടാണ് ഇവന്മാരെ കൂട്ടക്കൊല ചെയ്ത് കളഞ്ഞത്.
അതിലൊരു ചെറിയൊരു അംശം മാത്രമാണ് ഇപ്പം ഇസ്രയേൽ എന്ന് പറയുന്ന ഈ രാജ്യത്തുള്ളത്. വലിയ വിഭാഗമാടാ ഇത്രയും കുഞ്ഞുങ്ങളെ പൈശാചികമായിട്ട് കൊന്നൊടുക്കിയത്. അവർക്ക് സപ്പോർട്ട് ചെയ്യുക എന്ന് പറയുമ്പോഴത്തേക്ക് നിന്റെ മനസ്സ് എന്താണെന്നുള്ളത് കേരളത്തിലെ ഇതുപോലുള്ള ഹൈന്ദവ സഹോദരങ്ങൾ മനസ്സിലാക്കി നിന്റെ ആസ്ഥാനത്തല്ല നിന്റെ അണ്ണാക്കി തിരികെ തരുക ഒരു മറുപടി കേട്ടോ. അതുകൊണ്ട് തന്നെ നീ കൂടുതൽ അങ്ങ് കിടന്ന് പൊളയ്ക്കണ്ട. നിന്നെപ്പോലുള്ള വൃത്തികെട്ട നാറികളെ ഒന്നും 7 അയലത്ത് പോലും അടുപ്പിക്കാൻ പാടില്ല എന്നുള്ളതാണ് ഇവിടുത്തെ നല്ലവരായിട്ടുള്ള ഹൈന്ദവ മത വിശ്വാസികൾ മനസ്സിലാക്കി വെച്ചിരിക്കുന്നത്. ഇന്നലെ ഒരു പാവം പിടിച്ച ഒരു 24 വയസ്സുള്ള ഒരു RSSകാരനെ നീയൊക്കെ കാണിച്ചു കൂട്ടിയ തെമ്മാടിത്തരത്തിന് ജീവനൊടുക്കിയത് നീയൊക്കെ കണ്ടല്ലോ അല്ലെ. അതിനെക്കുറിച്ചിട്ട് ഒരു അക്ഷരം മിണ്ടാൻ ആ പൊന്തത്തില്ല. എന്തായാലും എൻ്റെ പ്രിയപ്പെട്ട സഹോദര, നിനക്ക് ബിഗ് സല്യൂട്ട്. നിന്നെപ്പോലുള്ള ആൾക്കാരാണ് നമ്മുടെ ഈ സമൂഹത്തിൽ വളർന്നു വരേണ്ടത്. ഈ വീഡിയോ നിങ്ങൾ മാക്സിമം ഈ പ്രിയപ്പെട്ട സഹോദരന് സപ്പോർട്ട് ചെയ്ത് കൊടുക്കുക. ഇവന്റെ ഒരു അന്ധമായിട്ടുള്ള ആ ഒരു മുസ്ലിം വിരോധം മാത്രമാണ് നമ്മളിപ്പോൾ ഈ വീഡിയോയിൽ കൂടെ കണ്ടത്. ഇത് നിങ്ങളുടെ കമന്റുകൾ അറിയിക്കുക. അടുത്തൊരു വീഡിയോ കാണാം.